ബി.ജെ.പിക്ക് ഒരു ഗതിയും കിട്ടത്തില്ലെന്ന് കണ്ടുകൊണ്ട് കേരളത്തെ ഉപദ്രവിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കർണാടകം പിടിച്ചെടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ കർണാടകക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഉക്രൈനും പിന്നെ റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ അതിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന പോലാണ് ഒരു മഹാകാര്യം ഇന്ത്യ ഭരിക്കുന്നവർ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന എന്താണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. പണ്ട് നമ്മുടെ 2007 നവംബർ 1 തീയതി ഈ നമ്മുടെ വരുമാന സ്രോതസ്സായിരുന്ന സേലം ഡിവിഷൻ ഉണ്ടാക്കിയോടുകൂടി പാലക്കാട്ട് നിന്ന് 1136 കിലോമീറ്റർ റൂട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് 636 ചുരുങ്ങി. 1136 കിലോമീറ്റർ റൂട്ട് അത് 636 ചുരുങ്ങി. 100 സ്റ്റേഷനുകളാണ് പാലക്കാട് ഡിവിഷനിൽ നിന്ന് സേലത്തേക്ക് പോയത്. 100 സ്റ്റേഷനുകൾ. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണല്ലോ കോയമ്പത്തൂര്, ഈറോഡ്, സേലം, കരൂര്, തിരുപ്പൂര്, നീലഗിരി. ഇതെല്ലാം വരുമാന സ്രോതസ്സുള്ള സ്റ്റേഷനുകളാണ്. ഇതെല്ലാം പോയി പാലക്കാട്ട് നിന്ന് സേലം ഡിവിഷൻ പോയി. കിലോമീറ്റർ റൂട്ട് പോയി. 1136 കിലോമീറ്റർ റൂട്ട് 636 ചുരുങ്ങി. അപ്പോ പാലക്കാട് ഡിവിഷന്റെ പ്രസക്തി 2007 തന്നെ അവർ കുറച്ചു. ഇപ്പൊ പാലക്കാട് ഡിവിഷൻ നിലനിൽക്കുന്നത് മംഗലാപുരം പനവൂർ പോർട്ട് കൊണ്ടാണ്. അവിടുന്നാണ് കൽക്കരി, അവിടുന്നാണ് രാസവളം, അവിടുന്നാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അത് ഉള്ളാടുന്ന അങ്ങോട്ട് പനവൂർ ജംഗ്ഷൻ, മറ്റേ മംഗലാപുരം ജംഗ്ഷനും മംഗലാപുരം ടൗണും അതുപോലെ നമ്മുടെ ഗുഡ്സ് സ്റ്റേഷനായ പനവൂർ സ്റ്റേഷൻ അടക്കം ഇപ്പൊ മൈസൂർ ഡിവിഷനിലേക്ക് പോയതോടുകൂടി ഇനി 600 കോടി രൂപയാണ് പ്രതിവർഷം പാലക്കാട് നഷ്ടപ്പെടാൻ പോകുന്നത്. വരുമാനമില്ല എന്ന പേര് പറഞ്ഞ് ഈ പാലക്കാട് ഡിവിഷൻ ഉന്മൂലനം ചെയ്ത് അത് തിരുവനന്തപുരത്തേക്ക് ലയിപ്പിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു ഗതിയും കിട്ടത്തില്ലെന്ന് കണ്ടുകൊണ്ട് കേരളത്തെ ഉപദ്രവിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കർണാടകം പിടിച്ചെടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ കർണാടകക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഉക്രൈനും പിന്നെ റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ അതിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന പോലാണ് ഒരു മഹാകാര്യം ഇന്ത്യ ഭരിക്കുന്നവർ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന എന്താണ്. ഒന്നിനെ കൊന്നിട്ടാണ് ഒന്ന് നേടിയെടുക്കുന്നത്. അപ്പൊ പാലക്കാട് ഡിവിഷൻ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനിലൊന്നാണ്. അത് മലബാറിന് മാത്രമല്ല, കാസർഗോഡ് മാത്രമല്ല, കേരളത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മലബാർ ഡിവിഷൻ. അതുകൊണ്ട് പാലക്കാട് ഡിവിഷൻ വിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കാനാവില്ല.